പവിത്രനെ കാണാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. ഈ അനുരാധക്കെ ഈ സീരിയലിൽ എന്ത് ക്യാരക്ടറാ? അതിന് അനുരാധയുടെ കാര്യം ആലീസ് അറിയുന്നത്. ആലീസിന്റെ വേഷത്തെ കുറിച്ച് സംസാരിക്കേ. നല്ല കിണ്ണൻ അടിപൊളി ക്യാരക്ടറാ, സൂപ്പർ ക്യാരക്ടർ, നാളത്തെ സ്റ്റാർ ആലീസ്. ഡേ ഡോക്ടർ ഇത് കേൾക്കണം. ഡോക്ടർ പറഞ്ഞില്ല ചെറിയ വേഷം മതിയെന്ന്, അതുകൊണ്ട് അവര് ചെറിയ വേഷം എഴുതിയത്. പക്ഷെ ആലീസിന്റെ ഫോട്ടോയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ കളം മാറി. ഇപ്പൊ ഗംഭീര ക്യാരക്ടറല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, നാളത്തെ സ്റ്റാറായി നിൽക്കുന്നത്. സൂപ്പർ ആവുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അവസാനം ക്യാമറയുടെ മുന്നിൽ വന്ന് അടിക്കരുത്. ഇതാണ് ഇച്ചാന്റെ സ്വഭാവം. സ്വന്തം ഭാര്യ ആളാവുന്നത് ഇച്ചാന് പിടിക്കത്തില്ല. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നു ഇപ്പൊ വന്നിരുന്നെങ്കിൽ രണ്ട് കൈ നീട്ടി അവരെ സഹായിക്കാൻ ഇറങ്ങിയാനെ. കഥകളിയാ. അതേതാ വേറെ പെണ്ണുങ്ങള്? അനുരാധ അവക്ക് വലിയ വേഷം വേണമെന്ന് ഇച്ചായും വിളിച്ചു പറഞ്ഞു. എനിക്ക് ചെറിയ വേഷം. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. നീ അഭിനയിക്കുന്നത് നിന്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്, ഒരു ടൈം പാസിന് വേണ്ടി മാത്രം. അതിനുവേണ്ടി നിനക്ക് വലിയ ക്യാരക്ടർ തന്നാലുണ്ടല്ലോ, നീ അവിടെ പോയി നക്ഷത്രക്കാലെണ്ണം. ഇതാകുമ്പോ നിനക്ക് അഭിനയിച്ചൊന്നും ആവും, നിന്റെ മോഹൻ ടി വിയിൽ വരികയും ചെയ്യും. അത്രയും മതിയല്ലോ. എന്തായാലും അനുരാധയെക്കാളും വലിയ ക്യാരക്ടർ ആയിരിക്കണം, അതെനിക്ക് നിർബന്ധം. എന്റെ ആലീസ്, നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ സംഭവം ഒന്നും അല്ല ഈ സീരിയൽ എന്ന് പറയുന്നത്. ഏത് ക്യാരക്ടർ എപ്പോ വെള്ളം വലുതാകാൻ ചെറുതാകാം. ഉദാഹരണത്തിന് നല്ലവളായ നായിക പെട്ടെന്ന് ദുഷ്ടത്തിയാവുന്നു, ദുഷ്ടത്തിയും ക്രൂരതയുമായ വില്ലത്തി പെട്ടെന്ന് മദർ തെരേസയാവുന്നു. ഇതാണ് സീരിയല്. നമുക്ക് കിട്ടുന്ന വേഷം നല്ല കിടുക്കാച്ചിയായിട്ടങ്ങ് ചെയ്താൽ ക്യാരക്ടറുകൾ ഇങ്ങനെ വളർന്ന് 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 വലുതാകുന്നു. പവിത്ര നോക്കിയ പവിത്ര, ഈ ക്യാരക്ടർ ഞാൻ പൊളിക്കും. അപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങ് വലുതാകും. പിന്നെ ഒരുപാട് സീരിയലിൽ നിന്ന് എനിക്ക് വിളി വരും. ഞാൻ നാളത്തെ സൂപ്പർ സ്റ്റാർ ആകും മോനെ ജോർജ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സ്വപ്നം അല്ല. ഈ ആലീസ് ഒരു കാര്യം തീരുമാനിച്ചാലേ അത് നടപ്പിലാക്കിയിരിക്കും. ഇതുവരെ എന്നെ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? എങ്ങനെയാണ്? ഡോക്ടർ ജോർജ് കുട്ടിയുടെ ഭാര്യയായ ആലീസ്. നാളെ എങ്ങനെയായിരിക്കും അറിയോ? ഇങ്ങോട്ട് നോക്ക്. പ്രശസ്ത സിനിമ സീരിയൽ നടി ആലീസിന്റെ ഭർത്താവാണ് ജോർജ് കുട്ടി. അങ്ങനെ കേൾക്കുന്നോണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല. അവസാനം കേട്ട് അവസാനം എന്റെ അപ്പൻ വീട്ടിൽ ഇരുന്ന് തുമ്മാതിരുന്നാ മതി. അങ്ങനെ കേൾക്കുന്ന നേരത്തെ അച്ഛൻ വീട്ടിൽ ഇരുന്ന് തുമ്മുന്ന എന്തായാലും എന്റെ അപ്പൻ വീട്ടിൽ കിടന്ന് തുമ്മും. അതെന്താ കാര്യത്തിന്? എന്റെ അപ്പനായിരിക്കുമല്ലോ വിളിക്കുന്നത്. എന്റെ ഡോക്ടറെ, ആലീസ് ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. ഞാൻ ഒരു കാര്യം പറയാം പവിത്ര, വേണ്ടാത്ത കാര്യത്തിൽ പ്രോത്സാഹനം കൊടുക്കരുത്. ഇത് പിടിച്ചേ, ആലീസ് പിടിച്ച്. ആ സ്ക്രിപ്റ്റ് എൻ്റെ കൊണ്ട് തന്നുവിട്ടാണ്. അതിനകത്ത് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് റിഹേഴ്സൽ കൂടെ ചെയ്തു. പിന്നെ ഞാൻ വന്ന് റിഹേഴ്സൽ ചെയ്യണു. പവിത്ര, എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ പിടിയൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നാ ഞാൻ ചെയ്യാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ, അറിഞ്ഞൂടാത്ത പണിക്ക് നീ എന്തിനാ ഇറങ്ങുന്നത്? നീ ഒന്ന് പോയേ. ഇതെന്ത് വേഷം? അല്ല, ഞാനിപ്പോ കുറച്ച് നാളുകളായിട്ട് ഈ സീരിയലുകാരുമായി ബന്ധപ്പെട്ടാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് വേഷത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയുണ്ട് എന്റെ വേഷം? സീരിയലിന്റെ പോലെ തന്നെ ചേരാത്ത വേഷം ഇട്ട് നടക്കുക. പക്ഷെ ജുബ നന്നായിട്ടുണ്ട്. താങ്ക് യു. പവിത്രന് ചെയ്യായിരുന്നില്ല. ഇപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തുവാണ്. ആലിസിങ് വന്നേ, ഇതിനകത്ത് ഡയലോഗ് അങ്ങോട്ട് കാണാതെ പഠിക്കുന്നു. അഭിനയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു തന്നാ പോരെ? ഇതെന്താ അറബിയാ? ഇത് ഞാനെങ്ങനെ വായിക്കാനാ? അറബിയോ? അയ്യോ, ഇതിന്റെ റൈറ്റർ ഇങ്ങനെ മലയാളം എഴുതുകയുള്ളൂ. അയ്യോ, ഇതെങ്ങനെ വായിക്കും? ഇത് തന്നെയാണ് അവരുടെ സെറ്റിലെ ഓരോ ആർട്ടിസ്റ്റുകളും പറഞ്ഞത്, എങ്ങനെ വായിക്കും എന്നുള്ളത്. ഒരു കാര്യം ചെയ്യും, ഇത് ഒരു വിധം ഒപ്പിച്ച് ഞാൻ അങ്ങ് വായിച്ച് ഞാൻ തരാം. അഭിനയം ഞാൻ പഠിപ്പിച്ചു തന്നാ പോരെ? അതിന് പവിത്രനെ അറിയോ? ഞാൻ ആലീസിനോട് പറഞ്ഞിട്ടില്ലേ, പണ്ട് വായനശാല നാടകം കളിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? അതിനകത്ത് മെയിൻ നടൻ രാജേഷാണ് ഈ സീരിയലിലെ നടൻ. മാത്രമല്ല, എന്റെ ആ പഴയ നാടകത്തിന്റെ ടച്ച് ഒന്നും അങ്ങനെ അങ്ങോട്ട് പോയിട്ടുമില്ല. അഭിനയം ഞാൻ അങ്ങ് പഠിപ്പിച്ചു തരും പോരെ? ഞാൻ വായിച്ചൊക്കെ നോക്കി. പക്ഷെ എന്റെ പവിത്ര എന്തൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്തോ അയ്യേ, ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എന്റെ ദൈവമേ, എന്റെ ആലീസ, ഇത് ജീവിതമല്ല, ഇത് സീരിയലാണ്. നടന്ന കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇത് നാട്ടുകാർക്കൊന്നും കാണത്തില്ല. സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ലോകത്തിൽ നടക്കാത്തതും ഇനി നടക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ സീരിയലിലെ നടി രാധാമണിക്ക് ഭർത്താവല്ലാതെ വേറൊരു പ്രേമം. ഇത് ഈ സീരിയലിന്റെ ഒക്കെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? എല്ലാ സീരിയലും നോക്കിയാലും ഇതാണ് സംഭവം. അപ്പൊ നേരെ മറിച്ച് നമ്മുടെയൊക്കെ നാട്ടുപുറത്താണെങ്കിലും ഈ പെണ്ണുമ്പിള്ളക്ക് ഈ കാമുകന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയാൽ മതി. പക്ഷേ സീരിയൽ അങ്ങനെയല്ല. ഈ ഭർത്താവിനെ കൊന്ന് ഭർത്താവിന്റെ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റി ഭർത്താവിന്റെ അമ്മേനെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച് പുള്ളിക്കാരൻ്റെ അനിയത്തിയുടെ കല്യാണവും മുടക്കി
ചേട്ടത്തിയുടെ ഗർഭവും കലക്കി പണ്ടാരെ അടങ്ങി മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചിട്ടേ ഇവരടങ്ങുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാധാമണി എന്നുള്ള പേര് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വരുന്നവരുടെ ഇഷ്ടത്തിനല്ല കഥാപാത്രത്തിന്റെ പേരിടുന്നത്. രാധാമണി അത് മതി. പഠിച്ച ഡയലോഗ് ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. അല്ല, ഡയലോഗ് ഞാൻ എങ്ങനെ ഒറ്റക്ക് പറയാനാ? മാത്രമല്ല ഫസ്റ്റ് ഡയലോഗ് അജയന്റെയാ. അജയന്റെയാ? ആ, കാണിച്ചു നോക്കട്ടെ. ഓഹോ, അപ്പൊ ഈ കഥയിലെ കാമുകനാണ് അജയൻ. ഈ അജയൻ രാധാമണിയുമായി ഒളിച്ചോടാൻ പോകുന്നതാണ് സന്ദർഭം. അപ്പൊ എന്തായാലും ഞാൻ ഈ സാധനം ഒന്ന് അഭിനയിച്ച് കാണിക്കാം. ശ്രദ്ധിച്ചുകൊണ്ടോണം. ഞാനിത് അഭിനയിക്കുവാന്ന്. രാധാമണി, രാധാമണി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാം. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. ബാ. എന്റെ എല്ലായിടത്തും അതിന്റെ ഡയലോഗ്. അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. അജയൻ ചേട്ടൻ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ ഒളിച്ചോടാം. കറക്റ്റ് അല്ലേ? അല്ല, മുഴുവൻ കഴിഞ്ഞു. മുഴുവൻ ഞാൻ ഒരു ഒറ്റ വാക്ക് പോലും തെറ്റിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചുമ്മാ പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് വള സംസാരിക്കുന്ന പോലെ അല്ല. ഇത് സീരിയലാണ്. സീരിയലാകുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു മോഡുലേഷൻ പറയണം. ശരിയായില്ലേ? ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ അത് മനസ്സിലാക്കാം. രാധാമണിയുടെ ഡയലോഗ് അല്ലേ? രാധാമണിയുടെ. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ ഇട്ടേച്ചു പോകാൻ ഒന്നിനെ കൊണ്ട് പറ്റില്ല. കണ്ണിപ്പോ പൊട്ടിയാനെ. ഇതാ ശ്രദ്ധയില്ല. കണ്ണു കുത്തി പൊട്ടിച്ചതല്ല ആലീസേ. പിന്നെ ഇത് അഭിനയമാണ്. നമ്മുടെ ഈ രാധാമണി അഭിനയിക്കുകയാണ്. ഇത് ബോഡി ലാംഗ്വേജ് വിത്ത് ഡയലോഗ് പ്രസന്റേഷനാ. നിങ്ങൾ ശ്രദ്ധിക്ക. അങ്ങനെ വെക്കുന്ന കൈ അത് മനസ്സിലായില്ലേ? ഇത് സീരിയലാണ്. ലക്ഷങ്ങൾ വിലയുള്ള സാരി അവർ ഉടുത്തിരിക്കുന്നത്. അതിന്റെ ആ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ഇടാൻ വേണ്ടി നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ഇത് ശ്രദ്ധിച്ചോണം. അങ്ങനെ പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വിഷ്ണുവേട്ടന്റെ സ്വത്തുക്കൾ മുഴുവൻ ഒറ്റയടിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അത്രയ്ക്ക് മണ്ടിയല്ല. യോ, ശ്വാസം വിടുന്നുണ്ടല്ലേ? അത് തന്നെ ഇങ്ങനെ കടുകെട്ടി ഡയലോഗ് പറഞ്ഞ ശ്വാസം വിട്ടു. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. ഇത് ശ്വാസം മുട്ടിയതല്ല. പിന്നെ ഇത് രാധാമണി അഭിനയിക്കുന്നതാണ്. അഭിനയിക്കാൻ ഇങ്ങനെ കാണിച്ചതാ. പിന്നെ ഓരോ ഡയലോഗ് കഴിയുമ്പോഴും ഓ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണ. അപ്പം അത് മാത്രമല്ല, കൃഷ്ണമണി രണ്ടും എടുത്ത് വെളിയിലിടണം. അപ്പൊ എന്ത് ചെയ്യും? അത് സ്പൂൺ വേണം. സ്പൂൺ അഥവാ ചാടിപ്പോണ് സ്പൂണിന് കയറ്റി ഇതിനകത്തോട്ട് ഇടണം. ഇതൊക്കെയല്ലേ സീരിയൽ വേണ്ട സാധനങ്ങളാ ഇത്. പറഞ്ഞു നോക്കിയേ. അങ്ങനെ പോകാനൊന്നും പറ്റില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. അജയൻ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ ഒളിച്ചോടാം. പിന്നെ ക്യാമറ നോക്ക്. കണ്ണെടുത്ത് വെളിയിട്. കാര്യമുള്ള എന്റെ പൊന്നെ. ശരിയായോ? ഒരു വിധമൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. കണ്ണീന്ന് വെള്ളം വരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്കൊന്നാകാൻ സാധിക്കില്ല. നമ്മുടെ രഹസ്യങ്ങൾ പുറത്തറിഞ്ഞാൽ എല്ലാവരും നമുക്കെതിരെ തിരിയും. എന്നെ കൊന്നുകളയാൻ പോലും മടിക്കില്ല. ഇത്രയും കാലം ഇത്രയും കാലം ഞാൻ അയാളെ ഭർത്താവായി സ്വീകരിച്ചതേ വേറെ പല ഉദ്ദേശങ്ങൾ കൂടി കൊണ്ടായിരുന്നു. ഇനി ഞാൻ അയാളെ വെറുതെ വിടില്ല. അയാളെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ തന്നെ നിന്നോണം. ഈ സമയത്ത് ക്യാമറ മുന്നോട്ട് വരുന്നു, അപ്പുറത്തോട്ട് വരുന്നു. മുന്നോട്ട് വരുന്ന കഥാപാത്രം അനങ്ങാൻ പാടില്ല. ക്യാമറയുടെ ട്രിക്കാണ്. ഞാൻ അനങ്ങരുത്. അങ്ങനെ അടുത്ത ഡയലോഗ്. ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് പറയല്ലേ? പിന്നെ എവിടെ നിന്ന് തന്നെത്താനെ നിന്ന് കഴിഞ്ഞാൽ വല്ലവർക്ക് വല്ല പ്രതിമയാന്ന് വല്ല കാക്കാൻ വന്നിരിക്കും. നടക്ക്. എന്തിനാ നടക്കുന്നത്? അജയൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്? അതല്ല, സീരിയലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരിടത്ത് നമ്മൾ നിന്നാ പോരാ. ഒരിടത്ത് നിന്ന് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടന്നോണം. ഇങ്ങനെ നടന്നു വേണം ഓരോന്ന് പറയാൻ വേണ്ടിട്ട്. നടന്നു കാണിച്ചു തരാം. രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അജയൻ നോക്കിക്കോളൂ. കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ അദ്ദേഹത്തിന് ആയുസുള്ളൂ. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കൊല്ലും. ആർക്കും ഒരു സംശയം പോലും തോന്നാതെ. പവിത്ര, ഞാൻ ഇവിടെ വന്ന് ഡയലോഗ് പറ. ആണ്ടേ, അതല്ലെന്ന്. അതായത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പതുക്കെ നടന്ന് വേണം ഈ ഡയലോഗ് പറയാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ അഭിനയിച്ചാൽ മതി. പറ്റും. നടന്ന് അഭിനയിക്കണം, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞു.
ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. നടക്ക്. അജയ് നോക്കിക്കോളൂ. അജയ് നോക്കിക്കോളൂ. കുറച്ച് ദിവസം കൂടി മാത്രമേ അയാൾക്ക് ആയുസുള്ളൂ. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഞാൻ ഞാൻ അദ്ദേഹത്തെ കൊല്ലും. ഞാൻ അങ്ങനെ കൊല്ലും. ആർക്കും ഒരു സംശയം പോലും കൂടാതെ. സംശയം തോന്നാതെ. ആലീസ, ആ? എവിടെ പോവാ? അല്ല പൗത്രനല്ലേ പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞ് അങ്ങ് നടന്നു പോവാൻ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. പോവണ്ടേ അപ്പം? എന്റെ ആലീസ, നടന്ന് നിങ്ങൾ അപ്പുറത്തെ പറമ്പിൽ കൂടെ പോകാൻ വേണ്ടിട്ടല്ല പറഞ്ഞത്. ഇത് ഈ സീരിയലിന്റെ ഒരു സാധനം, ഒരു ഡയലോഗ്, ഒരു പതുക്കെ നടന്ന് ഇവിടെ വരാൻ നിന്ന് നിൽക്കാനല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാണ് നടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും എനിക്കറിയത്തില്ല. സീരിയലാകുമ്പോ നടക്കണം, അതിലെ കൂടെ എല്ലാം നടന്ന് വർത്താനം പറയണം. അലിസ, ഒരു കാരണവശാലും നമ്മൾ ആരുടെ കണ്ണിൽ നോക്കി സംസാരിക്കരുത്. ഇപ്പൊ സീരിയലിൽ അങ്ങനെയാണ്. ക്യാമറ എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കണം നമ്മുടെ നോട്ടവും പ്രവർത്തനങ്ങളും എല്ലാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഡയലോഗ് പറയാം. ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സംശയം തോന്നാത്ത രീതിയിൽ, എന്നിട്ട് ആ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ തട്ടിയെടുക്കും. അതാണ് ഡയലോഗ്. പറഞ്ഞേ. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അയാളെ ഞാൻ കൊല്ലും. എന്നിട്ട് ആ സ്വത്തുക്കൾ മൊത്തം ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. പോവല്ലേ, ഇങ്ങോട്ട് വാ. നിങ്ങളൊരു ഭയങ്കര ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാവട്ടോ. എന്നാ ഇതെന്താ കലയുടെ നിറക്കുടമല്ലേ വന്നിരിക്കുന്നത്? എന്തൊരു അഭിനയമാണ് നമ്മുടെ ആലീസ്. ആയിക്കോട്ടെ, 100% ഞാൻ ഉറപ്പ് തരുന്നു, ഈ സീരിയല് 1000 അല്ലെ 2500 എപ്പിസോഡ് തികയ്ക്ക് ഉറപ്പാണ്. നാളത്തെ സ്റ്റാർ ആണ് ആലീസ്. ആയിക്കോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ഇച്ഛായ, ഞാൻ ഇതില് രാധാമണിയാണ്. രാധാമണിക്ക് ഒരു കാമുകനുണ്ട്, അത് അജയൻ. ഉണ്ടാവണമല്ലോ. ആ അജയന്റെ ഡയലോഗ് ഇച്ചാനൊന്ന് പറഞ്ഞുതരാവോ? ഇച്ചാനാകുമ്പോ എനിക്ക് ഒന്നും കൂടി ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഞാൻ അവരോട് പറയാം. അജയന്റെ ഡയലോഗ് പറയണം. അപ്പൊ ഞാൻ രാധാമണിന്റെ ഡയലോഗ് പറയാം. ശ്രദ്ധിച്ച് ചെയ്തു നോക്ക്. അതായത് പവിത്ര, ആലിസേ, എനിക്കറിയാവുന്ന ജോലി എന്ന് പറയുന്നത് ഡോക്ടർ എന്നത് മാത്രമാണ്. മൃഗങ്ങളെ ചികിത്സിക്കാൻ മാത്രമേ എനിക്കറിയാവൂ. അതിനപ്പുറമായിട്ട് വേറൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് അഭിനയം അറിയില്ല. അറിയാത്ത പണി ചെയ്യാൻ എനിക്ക് താല്പര്യവും ഇല്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, എന്നെ കൂട്ടണ്ട. ആലീസേ, അതായത് ആലീസ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ രാധാമണിയുടെ ആ പോർഷൻ ഇല്ലേ, ആ പോർഷന്റെ ഒരു 2 പീസ് ഒന്ന് കാണിച്ചു കൊടുത്തത്. അപ്പം ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നതിന് നമ്മൾ എന്താണ് ഉൾക്കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ സാധനം ഒന്ന് വിട്ടേ, അത് കാണിക്കേ. ശ്രദ്ധിച്ച് കണ്ടോണേ സാറേ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കളും ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ ഞാനാരാ? മണ്ടിയാണോ? മണ്ടി. ഇനി അജയന്റെ ഡയലോഗ് പറഞ്ഞു കൊടുക്ക്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ഇത് എന്നാ ഈ കാണിക്കുന്നേ? എന്താണ് ഇത്? ഡയലോഗ് പറ. ഇതാണോ പ്രതിഭാധനയായ ആക്ട്രസ്? നാണക്കേടാണ്, നാണക്കേട്. സീരിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പ്രതിഭയുള്ള ആക്ടേഴ്സ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടാണ് ഇത്രയും നാൾ ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കാണുന്നതും ആസ്വദിക്കുന്നതും. ഇമാതിരി പേക്കൂത്തുണ്ട്. നീ എന്താ കാണിച്ച? എന്താ ഇതെന്താണ്? ഇതാണ് അഭിനയം. അറിഞ്ഞുകൂടാത്ത പണിക്ക് പോകരുത്. സമ്മതിച്ചു തന്നിരിക്കുന്നു. എത്ര എപ്പിസോഡ് പോവും? 2500. ഇതാരാവും? സൂപ്പർ സ്റ്റാർ അല്ലേ? ആവും. നോക്കിയിരുന്നോ? നാണമില്ലേടി? നാണം, ഉളുപ്പ് വേണം. ഇതാണോ പ്രതിഭാധനയായ ആക്ട്രസ്? നാണക്കേടാണ്, നാണക്കേട്. സീരിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പ്രതിഭയുള്ള ആക്ടേഴ്സ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടാണ് ഇത്രയും നാൾ ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കാണുന്നതും ആസ്വദിക്കുന്നതും. ഇമാതിരി പേക്കൂത്തുണ്ട്. നീ എന്താ കാണിച്ച? എന്താ ഇതെന്താണ്? ഇതാണ് അഭിനയം. അറിഞ്ഞുകൂടാത്ത പണിക്ക് പോകരുത്. സമ്മതിച്ചു തന്നിരിക്കുന്നു. എത്ര എപ്പിസോഡ് പോവും? 2500. ഇതാരാവും? സൂപ്പർ സ്റ്റാർ അല്ലേ? ആവും. നോക്കിയിരുന്നോ? നാണമില്ലേടി? നാണം, ഉളുപ്പ് വേണം. എന്റെ ആലീസെ, ഈ പുള്ളി പറയുന്നൊന്നും കേൾക്കരുത് കേട്ടോ. ആ പുള്ളി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആലീസിന്റെ കലാജീവിതമായിരിക്കും നശിച്ചു പോകുന്നത്. ഏത് നേരം മൃഗത്തിന്റെ കൂടെ നടക്കുന്ന ഈ പുള്ളിക്ക് കലയെ കുറിച്ച് വല്ല അറിയോ? ഏത് നേരം നോക്കിയാലും ചാണകമാരി നടക്കുന്ന ഈ പുള്ളിക്കായി കലാവാസന. ഓ, എന്തൊരു മനുഷ്യനാന്ന് ആലോചിച്ചോന്നെ. ആലീസ്, അടുത്ത ഡയലോഗ് പറ. ശരിയാവുന്നുണ്ടല്ലോ. ഞാൻ കറക്റ്റാന്ന് ഞാൻ പറഞ്ഞില്ല. 2500 എപ്പിസോഡ് ഓക്കെയാ. പിടിച്ചോ. പേടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല. അജയ, ഈ ലോകം ധീരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ദ്രോഹിയെ. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ദ്രോഹിയെ അത് ഉറക്കെ പറ. ഉറക്കം ഞാൻ അവിടെ പറഞ്ഞോളാം, ഇവിടെ പറഞ്ഞാൽ തെറി കിട്ടും. എന്നാ ശരി. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ദ്രോഹിയെ
എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ദ്രോഹിയെ ദ്രോഹിയെ. വകവരുത്തിയിട്ട് വകവർത്തിയിട്ട് എനിക്ക് എന്റെ അജയനോടൊപ്പം ജീവിക്കണം എനിക്ക് എന്റെ അജയന്റെ ഒപ്പം ജീവിക്കണം. എന്നും പറഞ്ഞ അജയന്റെ നെഞ്ചിലേക്ക് ചാരി വീഴുവാണേ. വീരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖം ഇങ്ങനെ വെക്കല്ലേ, മുഖം എപ്പോഴും ക്യാമറയുടെ ഭാഗത്തേക്കായിരിക്കണം. ഇത് ഇങ്ങനെ കടന്ന് കരയണം. എങ്ങോട്ട് വീഴണോന്ന്? അജയന്റെ നെഞ്ചത്ത് വീണിട്ട് ക്യാമറയിൽ നോക്കി കരയണം. നെഞ്ചത്തോട്ടെ? അയ്യടാ, അതിന് വേറെ ആണോ നോക്ക്. അങ്ങനെ നെഞ്ചത്തോട്ട് വീഴാനൊന്നും എന്നെ കിട്ടൂല. അപ്പൊ പിന്നെ എന്നെ ഇത് ദേ പവിത്ര, ദേഹത്ത് തൊട്ടുള്ള അഭിനയൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എടാ, ഇത് ദേഹത്ത് തൊടാതെ പിന്നെ എങ്ങനെ അഭിനയിക്കുന്നത്? ദേ പവിത്ര, എന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാ സത്യമായിട്ടും അന്ന് അവന്റെ അന്ത്യമായിരിക്കും. ശരി, ഇതിലെ കഥാപാത്രം അങ്ങനെ വന്ന് വീഴണോന്നുള്ളതല്ലേ ഇപ്പം? എന്ത് കുന്താണേലും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല. എന്റെ ആലീസ് ഇപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് തന്നെ കാര്യം. ആലീസ് പറഞ്ഞിട്ടാണോ ഞാൻ അവരോട് ഒന്ന് കയ്യും കാലും എല്ലാം പിടിച്ചിട്ട് ഈ വേഷം മാറ്റി ഇങ്ങനത്തെ ഒരു വേഷം ആലീസിന് ഞാൻ തന്നത്? എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. ഇത് തൊടാതെ അഭിനയിച്ചിട്ട് എന്നാ കാര്യം എന്നാ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പരിപാടി പറയട്ടെ. ഈ ക്യാരക്ടർ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക്. എന്നിട്ട് തൊടാതെയും പിടിക്കാതെയുള്ള എന്തെങ്കിലും കഥാപാത്രം ഉണ്ടെങ്കിൽ എനിക്കിതാ. എന്നാ തൊടാതെ പിടിക്കാത്ത ഒരു സ്ക്രിപ്റ്റ് അവരെ കൊണ്ട് കൊടുക്കാം, അന്നേരം അവർ എഴുതി കൊടുത്ത് തരും. എന്ത് കുന്താണെങ്കിലും ഈ പരിപാടിക്ക് ഞാനില്ല. എന്റെ കണ്ടവന്റെ നെഞ്ചത്തോട്ട് വീഴാണ്ട് ഞാനാ. നിരക്ക് പോ. ആലീസേ, ഞാൻ ചായ ചായ എടുക്കട്ടെ? എന്റെ പൊന്നെ, വന്നിട്ടൊരു ചായ പോലും കൊടുത്തില്ല. ചെയ്യുമെന്ന് പറഞ്ഞോണ്ട് ആർട്ട് പടത്തിൽ വന്നിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഡയലോഗ് പഠിച്ചോ? ആലിസെ ചോദിച്ചത് കേട്ടില്ല, ഡയലോഗ് പഠിച്ചോന്ന്. പാടുപെട്ട് വേഷം വാങ്ങിച്ചിട്ട് അവസാനം ഡയലോഗ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നാണക്കേടാവും. പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല എനക്ക്. ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചായ എന്നെ ആ പരിപാടി നമുക്ക് പറ്റൂല. അതെന്നാ? ഈ സീരിയലാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ട ആണുങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചും ഒക്കെ അഭിനയിക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കാൻ? ആ, കഥയിൽ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് എനിക്കിങ്ങനെ കണ്ട ആണുങ്ങളെയൊന്നും തൊട്ടും പിടിച്ചൊന്നും അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. ഇമാതിരി തോന്നിയാസിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല. എന്നിട്ടെന്തോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അത് അഭിനയമല്ലേ? അഭിനയാണെങ്കിലും തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കണ്ടേ? അത് പറ്റില്ല. ഇല്ല. ഇവിടെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ ഈ സിനിമ സീരിയലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ? അവിടെ തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കുന്ന നീ ഇതുവരെ കണ്ടിട്ടില്ല? ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇതിനിറങ്ങിയേ? ഇച്ചായ, ഞാനൊരാളെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ച ഇച്ചായന് സങ്കടാവോ? ഇല്ല, അഭിനയമല്ലേ. അതെ, പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഈ ന്യായം പറഞ്ഞ് ഇച്ചായനെ ആരെങ്കിലും കയറി കെട്ടിപ്പിടിച്ചാ എനിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. എന്തിനാ ഇച്ചായ ഞാൻ വെറുതെ റിസ്ക് എടുത്ത് തലേ വെക്കുന്നത്? അഭിനയിച്ചില്ലെങ്കിൽ അഭിനയിച്ചില്ലെന്നല്ലേ ഉള്ളു. ആ ഡയറക്ടറിനോട് ഞാൻ എന്തോരം പറഞ്ഞിട്ടെന്നറിയാം നിനക്കൊരു വേഷം തന്നത്. ഇനി അയാളെ കാണുമ്പോ ഞാൻ എന്നാ പറയും? ഞാനങ്ങ് ചത്തുപോയെന്ന് പറ. ചത്തുപോയാ പിന്നെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നു.